ഭർത്താവ് ചെറുപ്പത്തിലെ മരണപ്പെട്ടപ്പോഴും മറ്റൊരു കല്യാണത്തിന് പോലും സമ്മതിക്കാതെ സ്വന്തം മകനു വേണ്ടി 25 കൊല്ലം ജീവിച്ച് അർബുദ രോഗം ബാധിച്ച് ക്യാൻസർ ബാധിച്ച് കിടക്കുന്ന സ്വന്തം ഉമ്മായെ സാരല്ല ഉമ്മ ഞാൻ കൂടണ്ട് എന്ന് പറയേണ്ട പൊന്നുമോൻ വാക്കത്തിയെടുത്ത് 20 പ്രാവശ്യം വെട്ടുമ്പോൾ ആ മാതാവിന്റെ മനസ്സിലുള്ള ആ സമയത്തെ ചിന്ത ഒന്ന് ആലോചിച്ചു നോക്ക്. ദിവസങ്ങൾ കഴിഞ്ഞില്ല മറ്റൊരു സ്ഥലത്ത് മാതാവിനെ കഴുത്തറത്ത് വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ എടുത്ത് തലക്കടിച്ചു കൊല്ലുമ്പോൾ അടിയേൽക്കുന്ന ആദ്യത്തെ നിമിഷം എന്റെ മോനാണല്ലോ എന്നെ ഈ അടിക്കുന്നത് എന്ന് കാണുമ്പോൾ ആ മാതാവിന്റെ ഉള്ളിന്റെ വേദന ഒന്ന് ആലോചിച്ചു നോക്ക്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ 5 പേരെ വരിവരിയായി കൊല ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ആ കുഞ്ഞനുജനെയും ഈ കാബാലിക ഒന്നു കളഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ ആ മാതാവിന്റെ മനസ്സിന്റെ വേദന എത്രമേൽ വലുതായിരിക്കും. നമ്മൾ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. ആ മക്കൾ പോലും ഒലക്കത്തിയുമായി മുന്നിലേക്ക് വരുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് തന്ന നാളുകളല്ലാതെ മറ്റെന്താണ്? കൊല്ലുന്നവൻ അറിഞ്ഞുകൂടാ ഞാൻ എന്തിനാണ് ഈ കൊല്ലുന്നത്, കൊല്ലപ്പെടുന്നവൻ അറിയുന്നില്ല എന്നെ എന്തിനാണ് ഈ കൊല്ലുന്നത്.